ചെറുപ്പത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കും. അവരായിട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയിട്ടുണ്ടാവുക. ടിവിൻ്റെ റിമോട്ടിന് വേണ്ടിയിട്ട്, ഫോണിന് വേണ്ടിയിട്ട്, വീട്ടിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പേസിന് വേണ്ടിയിട്ട്, ഒരു ഡ്രസ്സ് ഷെയർ ചെയ്യാൻ പറഞ്ഞാലോ, ഒരു ഫുഡ് ഷെയർ ചെയ്യാൻ പറഞ്ഞാലോ, ഇങ്ങനത്തെ പല പല കാര്യങ്ങൾക്കും ആയിരിക്കും നമ്മൾ ചെറുപ്പത്തിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ആയിരിക്കും അവർ മിസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ. പണ്ട് നമ്മൾ തല്ലുകൂടിയിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. റൂം ഷെയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഡ്രസ്സ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനും പല കാര്യങ്ങൾക്ക് നമ്മൾ ഭയങ്കരമായിട്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഇന്നൊന്ന് ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തൂലേ. ഈ ഒരു സംഭവം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഴ ടു നിർബന്ധമായിട്ട് നിങ്ങൾ കാണും. വാഴ ടുവിൻ്റെ ശരിക്കുള്ള ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്നാണ്. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന് ഒരുപാട് പേർക്ക് അത് റിലേറ്റബിൾ ആവുന്നത് ഈ ഒരു പോയിന്റിലാണ്. നമ്മൾ നമ്മുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ സിനിമ കണ്ണ് നിറയാതെ കാണാൻ കഴിയില്ല. സിബ്ലിങ്സ് ആയിട്ടുള്ളതും പാരൻസും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്ത് ആ സിനിമ കാണിക്കുന്നുണ്ട്. സോ ഇഫ് യു ഹാവ് സച്ച് സിബ്ലിങ്സ് ഇൻ യുവർ ലൈഫ്, യു മസ്റ്റ് വാച്ച് വാഴ 2.